കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ഓഫ് ദി ഇന്ത്യൻ്റെ സീസൺ 4 എപ്പിസോഡ് 14 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ അധികമൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ ആ ഒരു പ്രീവിയസ് ആയുള്ള വേൾഡിൽ 8 മണിക്കൂറോളം നിർത്താതെയുള്ള കോമ്പാക്ട് ട്രെയിനിങ് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ 10 മണിക്കൂറോളം നിർത്താനുള്ള മെഡിക്കേഷൻ ചെയ്യാനായിരുന്നു, കീ സെൻറ്റേഴ്സൊക്കെ ഒന്ന് ഓക്കെ ആക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു സെറ്റപ്പ് ഫുള്ളി ഫ്ലോഡ് ആയിരുന്നു. എങ്കിൽ കൂടിയും അവിടുന്ന് കിട്ടുന്ന ആകെയുള്ള യൂസ്ഫുള്ള ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ബോഡിയിലുള്ള വൈറ്റൽ സ്പോട്സ് എവിടെയാണ്, അവിടെ എങ്ങനെ ബ്രൂട്ടലും സെൻസിലെസ്സും ഉള്ള ടെക്നിക്ക് യൂസ് ചെയ്ത് ഡാമേജ് കൊടുക്കാം എന്നുള്ളതായിരുന്നു. സത്യം പറഞ്ഞാൽ അത് വലിയ ഉപകാരമില്ലെങ്കിലും ഞാനത് കംപ്ലീറ്റ്ലി പഠിച്ച് ട്രെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ തവണ എൻ്റെ കീ സെൻറ്റർ കൾട്ടിവേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും എന്നെ ഡിഫീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ മെമ്മറീസ് ഒക്കെ വീണ്ടും വരുവാണ്. കാര്യം സിറ്റുവേഷൻ സെയിം ആണല്ലോ. ആ ടൈമിൽ തന്നെ അവൻ വീണ്ടും ആർത്തറിനെ അറ്റാക്ക് ചെയ്യുവാണ്. കോഡ്രി ഒരു ചാൻസ് കിട്ടിയപ്പോൾ തന്നെ ആർത്തറിൻ്റെ കാലിലടിച്ച് അവനെ നേരെ താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. താഴെ വീണ് കിടക്കുന്ന ആർത്തർ കണ്ണു തുറന്നപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. കാര്യം അവൻ വീണ്ടും ഒരു പഞ്ചുമായിട്ട് വന്ന് ആർത്തറിൻ്റെ ശരീരത്തിൽ ഒരു കിടിലൻ പഞ്ച് ചെയ്ത് അവൻ്റെ ഒരു കൈ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആർത്തറിന് വേദന കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലായിരുന്നു. അവനവിടുന്ന് എഴിഞ്ഞ് പോകാൻ നോക്കും, എന്നിട്ട് അവൻ വീണ്ടും ഒന്ന് എണീക്കും. ഈ ടൈം അവൻ വീണ്ടും റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ആ സമയത്ത് തന്നെ കോട്ടറി വീണ്ടും വന്ന് അവൻ്റെ കാലിൽ അറ്റാക്ക് ചെയ്ത് ആർത്തർ ഞെട്ടി എഴുന്നേക്കുവാണ്. അവൻ ആ പേടി ഇതുവരെ മാറിയിട്ടില്ല. പെട്ടെന്ന് അവൻ ഛർദ്ദിക്കാൻ വരികയും ചെയ്യും. എന്നിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ അവൻ പറയുകയും ചെയ്യും, എനിക്ക് വീണ്ടും പോകാൻ കേട്ടോ. ഇവൻ്റെ വിൽ പവർ അതെന്തായാലും അഡ്മിറബിൾ ആണ്. വിസ്ഡം ഇവിടെ എന്തുമാത്രം സമയം കഴിഞ്ഞു, 5 മിനിറ്റ്, എനിക്ക് ഏകദേശം 1 മണിക്കൂറോളം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അർത്ഥം നീ സോൾ റിലെത്തി എന്തുമാത്രം നേരം നിൽക്കുന്നോ അത്രത്തോളം നിന്നെ ട്രെയിനിങ് ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യം ഓർക്കണം. അത് മാത്രമല്ല വാറ് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതിൽ എന്നെ ബ്ലെയിം ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ? നിന്റെ ഫ്രണ്ടിനെ ബ്ലെയിം ചെയ്യും. ഓരോ മിനിറ്റിലും അവൻ എന്നെ കൊന്നോണ്ടിരിക്കുവാണ്. ഞാൻ നിന്റെ ബോഡിക്ക് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഈവൻ യങ് അഷുറസും അത്ര പെട്ടെന്ന് മരിക്കാറില്ല. സോ നീ ആ സ്ട്രെസ് ഒന്ന് കമ്പൈൻ ചെയ്താൽ മാത്രം മതി. നീ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഡൈയിങ് സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നല്ല കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. ആ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഒരു വീക്കായി ഈ ഒരു ടോർച്ചർ അല്ല ഈ ഒരു ട്രെയിനിങ് തുടങ്ങിയിട്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല. ഓരോ തവണയും കോഡ്രി എൻ്റെ ജീവൻ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ അവനെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് എനിക്ക് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം അത്രത്തോളം പെയിൻഫുള്ളുള്ള ഫിസിക്കൽ അറ്റാക്കായിരുന്നു അവിടെ വന്നിട്ടുള്ളത്. ഇവിടെ എത്രയൊക്കെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്താലും റിയൽ റിയലത്തിലേക്ക് പോകുന്നിടത്ത് അത് മാറുമെങ്കിലും ഇവിടെ ഞാൻ ഓരോ തവണ ആ മരണത്തിൻ്റെ ആ ഒരു വേദന അറിയണം. 1 മാസത്തോളം കഴിയാറായിട്ടുണ്ട് ഈ ഒരു ഗ്രാസ് ഫീൽഡിൽ ഞാൻ ട്രെയിനിങ് തുടങ്ങിയിട്ട്. എന്നാൽ സോറിലത്തിലേക്ക് എന്ന അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ ഒരു ഒറ്റ അറ്റാക്കിൽ തന്നെ ഞാൻ മരിച്ചുപോയി. കോഡിയുടെ അറ്റാക്ക് സെയിം ആണ്, ഓരോ തവണ സെയിം ആണ്. പക്ഷേ അതെനിക്ക് ഡോഡ് ചെയ്യാൻ മാത്രം പറ്റുന്നില്ല. ആർത്തർ, നിന്റെ ബോഡിനെ നീ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നോക്ക്. നീ അതിൻ്റെ ബോഡിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ പിന്നെ തോൽക്കത്തില്ല. വീണ്ടും ആർത്തർ ഞെട്ടി എണീറ്റിട്ടുണ്ട്. ഫൈറ്റ് വീണ്ടും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോഡ്രിയുടെ അറ്റാക്ക് ജസ്റ്റിന് ആർത്തർ ഡോഡ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ മുഖത്ത് ചെറിയൊരു പാട് മാത്രമേ വീണിട്ടുള്ളൂ. പക്ഷേ ആ സമയത്ത് തന്നെ ആർത്തറിൻ്റെ കാല് നോക്കി അവൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. നീ എന്തായാലും യൂഷ്വലി നിൽക്കുന്ന പോലെയല്ല, നീ കുറച്ചുകൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. സോ നിന്റെ ബോഡിക്ക് ആ പെയിനൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. നീ എന്തായാലും ലെവലപ്പ് ചെയ്യാനായിട്ട് ഇത്ര ഡെസ്പറേറ്റ് ആകേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആർത്തറിനെ അവൻ അറ്റാക്ക് ചെയ്ത് നേരെ താഴത്തേക്ക് ഇടുവാണ്. ഈ സമയത്ത് ആർത്തറിൻ്റെ കാല് ജോയി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, സോ ഇത്തവണ നീ മരിച്ചില്ലല്ലേ. ആർത്തറയുടെ തന്നെ നടുവിലങ്ങ് പൊക്കി കാണിക്കുകയും ചെയ്യും, നീ പേടിക്കുന്നുണ്ടാ, നീ അത്യാവശ്യം ഹീലാകുന്നവരെ അവിടെ കിടക്കാൻ നോക്ക്. അങ്ങനെ പതുക്കെ ആർത്തറിൻ്റെ ബോഡി ഫുള്ളി ഹീലായിട്ടുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, നമുക്ക് എന്തായാലും ഇനി കോമ്പാറ്റ് ട്രെയിനിങ് കുറച്ച് നാളത്തേക്ക് നിർത്തിവെക്കണം. കോമ്പാറ്റ് ട്രെയിനിങ്ങോ? അതെന്താ, ഞാൻ മര്യാദക്കല്ലേ പഠിക്കുന്നത്? ഒരിക്കലും അങ്ങനെ പറയല്ലേ. നീ പഠിക്കുന്ന രീതിയുണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ ഫ്രൈറ്റനിങ് ആണ്. അത്ര പെട്ടെന്ന് ഓരോ കാര്യങ്ങളും നീ പഠിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ സ്റ്റബോർഡ്നെസ് അതാണ് പ്രശ്നം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ അവിടെ തന്നെ നിന്ന് പോകത്തേ ഉള്ളൂ. നിന്ന് പോകത്തില്ലെന്നോ? അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യും? ബ്രേക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഇപ്പം നിങ്ങൾ എന്നെ കൊല്ലുമല്ലേ. എൻ്റെ സോള് റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് നന്നായി ട്രെയിൻ ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ പറയുന്നത് നിൻ്റെ ബോഡിക്ക് കിട്ടുന്ന ഡാമേജിനെ പറ്റിയല്ല ആർത്തർ, നിൻ്റെ തലയുടെ അകത്തുള്ള ഡാമേജിനെ പറ്റിയാണ്. അത് നമ്മൾ എങ്ങനെ പോയാലും റെഡിയാക്കണം. നീ ഇപ്പോൾ മരണം പലതവണ കണ്ടു കഴിഞ്ഞു. പക്ഷേ മരണം ഒരിക്കലും ഒരു അവസാനമല്ലെന്ന് നിനക്ക് മനസ്സിലായി. ഈ ഒരു വേദന ആശ്വാസം മാത്രമാണ് സാധാരണ അറിയിക്കുന്നത്. പക്ഷേ നീ ഇപ്പോൾ ആ ഒരു വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിൻ്റെ ശരീരത്തിനോടൊപ്പം തന്നെ നിൻ്റെ മനസ്സും ചഞ്ചലമാടുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും ഒന്ന് റെഡിയാക്കണം.
ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, നമുക്ക് കോമ്പാറ്റ് ട്രെയിനിങ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആർത്തർ അവിടെ നിന്ന് എഴുന്നേക്കുന്ന നെക്സ്റ്റ് സെക്കൻഡ് ആ ഒരു പ്രഷർ അവന് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. കാര്യം കോഡ്രി കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവൻ മുന്നോട്ട് വെക്കുന്ന ഓരോ ചൂടിനും തന്നെ താങ്ങാൻ പോലും കേൾപ്പില്ലാത്ത ശക്തി ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ തന്നെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് അവൻ്റെ ശരീരത്തിൻ്റെ അകത്തൂടെ അവൻ്റെ കൈ തുളച്ചു കയറ്റി. ആർത്തർ ചോര ഛർദ്ദിച്ച് നേരെ താഴത്തേക്ക് വീഴാൻ പോയി. പതുക്കെ തന്നെ പിടിച്ചിട്ട് പറയുകയും ചെയ്യും, ആർത്തർ, നീ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തത് ഇതുവരെ ഉള്ളതെന്ന് വെച്ച് മോസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആർത്തർ, നീ ശരിക്കും പഠിക്കേണ്ടതായിട്ട് കുറേയധികം കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നീ ഇതിനു മുമ്പ് പഠിച്ച പല കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നെടുത്ത് കളയാനുമുണ്ട്. ഞാൻ നിന്നെ ഒരു അൺപാരലായുള്ള ഫൈറ്ററാക്കി മാറ്റാൻ പോവുകയാണ്. അത് ലെസേഴ്സിൻ്റെ ഇടയിൽ മാത്രമല്ല, ഈവൻ ആശ്വാസിൻ്റെ ഇടയിലും. ആ സമയത്ത് തന്നെ അവൻ്റെ കൈ വലിച്ചൂരി എടുത്തിട്ടുണ്ട്. എൻ്റെ ശരീരം വിറക്കുവാൻ തുടങ്ങി. എനിക്കറിഞ്ഞൂടാ, കാര്യം അത്രത്തോളം ലീത്തിലുള്ളൊരു വൂണ്ടാണ് എൻ്റെ ചെസ്റ്റിൽ ഇപ്പോൾ ഉള്ളത്. എനിക്കറിഞ്ഞൂടാ ഞാൻ എങ്ങനെ ട്രെയിൻ ചെയ്തിട്ടാണ് അതേപോലെ എത്തേണ്ടതെന്ന്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടാണെങ്കിൽ ഞാൻ ഇതെല്ലാം സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ആർത്തർ അവിടെ കിടക്കുവാണ്. പിന്നെ കാണിക്കുന്നത് കോഡ്രി കംപ്ലീറ്റ്ലി സീരിയസ് ആയതാണ്. ആ ടൈമിൽ ആർത്തർ പറയുകയും ചെയ്യും, അവൻ കംപ്ലീറ്റ്ലി ഒരു മോൺസ്റ്റർ ആയിരുന്നു, ഒരു ട്രൂ പ്രെഡേറ്റർ തന്നെ. ആർത്തർ, ഞാനിതാ വരുവാണെന്ന് പറയുന്ന അടുത്ത സെക്കൻഡ് ആർത്തർ ചാടി അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അറ്റാക്ക് അത്ര എളുപ്പമൊന്നുമില്ലായിരുന്നു. കാര്യം കോട്ടയുടെ ഓരോ പഞ്ചിലും ആർത്തറിനെ കൊല്ലാന്നത്രയും കേൾപ്പുള്ള ശക്തി ഉണ്ടായിരുന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞിരിക്കുന്നു പുറത്ത്. അതിനർത്ഥം ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് വീണ്ടും ആ ഒരു ഫൈറ്റ് മുന്നോട്ട് പോകുവാണ്. ഈ ടൈമിൽ തന്നെ കോട്ടർ പറയുകയും ചെയ്യും, നിന്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് ബെറ്റർ ആയിട്ടുണ്ട്. നിനക്ക് ഓരോ സസ്പെൻഷൻ ഇല്ലാതെ തന്നെ നിനക്ക് എൻ്റെ കൂടെ പിടിച്ച് നിൽക്കാനും പറ്റുന്നുണ്ടെന്ന് പറഞ്ഞത് തന്നെ ഒരു അറ്റാക്ക് ചെയ്ത് അവനെ ബാക്കിലേക്ക് ഇടുവാണ്. പക്ഷേ ചെന്ന് നിൽക്കുന്ന തന്നെ മുന്നിലേക്ക് നടക്കാനുള്ള ശക്തിയില്ല. അവൻ്റെ കൈയും കാലുകളും എല്ലാം വേദന കൊണ്ട് താഴത്തേക്ക് വീണുപോയി. ഈ ടൈമിൽ അവൻ പറയുകയും ചെയ്യും, ആർത്തർ, എന്തായാലും കൊള്ളാം. അല്ല, ഞാൻ എത്ര നേരം നിന്റെ കിങ് ഫോഴ്സ് ആയിട്ട് പിടിച്ചു ചെയ്യുന്നു, നീ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ അധികം നേരമൊന്നും പിടിച്ചു നിന്നില്ലേ? നീ സെക്കൻഡ്സുകളെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. വാ, വീണ്ടും വാ. പക്ഷേ ഇത്തവണ വെപ്പൺസ് ഒന്നും വേണ്ട. എനിക്കറിയാം നീ സോർട്ട് ഫൈറ്റാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നിനക്കൊരു ഫൈൻ പാർട്ട്ണറെ കിട്ടുന്നവരെ നീ ഇങ്ങനെ തന്നെ പോകണം. കാര്യം ഒരു മേജിനെ സംബന്ധിച്ച് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. അതാണ് ഏറ്റവും വെർസിറ്റൈൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന വാറിന് വേണ്ടി നിന്റെ ശരീരവും നിന്റെ ബോണും നിന്റെ മസിൽസും നിന്റെ ശരീരത്തിലുള്ള ഓരോ ഫൈബറും നിന്റെ മൈൻഡും എല്ലാം ലിമിറ്റിനെ പുഷ് ചെയ്ത് മുന്നോട്ട് പോകണം. അതുകൊണ്ട് വാ, ഇത്തവണ എന്തായാലും നമുക്ക് മീൽ കോമ്പാക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ മുന്നിലേക്ക് നടക്കുവാണ്. എന്തായാലും ഞങ്ങൾ ആശ്വാസന് ഈ ഒരു വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ട്രോങ്ങസ്റ്റ് ഓപ്പോണൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മിക്സഡ് ബ്ലഡ് ആയിരിക്കും. സോ ആ ഒരു സിറ്റുവേഷൻ നീ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഇതുപോലത്തെ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഈ ഫിസിക്കൽ കോമ്പാക്റ്റിലേക്ക് വരുന്നിടത്ത് അജൂമിനേറ്റേഴ്സ് വലിയ കുഴപ്പമില്ല, ഒരു പ്രോപ്പറും പ്രിസൈസും. സോ അവരുടെ മാന യൂസേജിനനുസരിച്ച് നിനക്ക് അവരെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് മനസ്സിലായി. ആർത്തർ, ഞാൻ നിന്നെ പഠിപ്പിച്ചു തന്ന ആദ്യത്തെ ലെസൺ എന്താണെന്ന് ഓർമ്മയുണ്ടോ? അത് എങ്ങനെ ജീവനോടെ ഇരിക്കാം എന്നുള്ളതാണ്. എങ്ങനെ ഹൈ സ്പീഡിലുള്ള വരുന്ന അറ്റാക്സ് ഡോഡ് ചെയ്യാം എന്നുള്ളതാണ്. നിന്റെ രണ്ടാമത്തെ ലെസൺ എന്ന് പറയുന്നത് ഏത് പ്രഷറിലും നിനക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി വരണമെന്നുള്ളതാണ്. എൻ്റെ കിങ് ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നിനക്ക് കഴിഞ്ഞ 3-4 മാസമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നീ ആ കാര്യത്തിലും റെഡി ആയിട്ടുണ്ട്. സോ ഇനിയാണ് 3ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. ആർത്തർ, വിഷൻ മാക്സിമം നാരോ ആക്കാൻ പാടില്ല. നീ ചുറ്റുമുള്ളത് എല്ലാം തന്നെ കാണണമെന്ന് പറയുന്നിടത്ത് ആ ഒരു ഫൈറ്റ് വീണ്ടും മുന്നിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ആ ഒരു പഞ്ച് കംപ്ലീറ്റ്ലി നൈസായിരുന്നു. പക്ഷേ ഞാൻ അവിടെയല്ല നിൽക്കുന്നത്, ഇവിടെയാണ്. അതേപോലെ തന്നെ ഈ മാനയും ഒരു ടൂൾ പോലെ തന്നെയാണ്. ആ ഒരു ടൂൾ നീ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ബോഡി ഒരു ട്രൂ വാരിയർ എന്ന നിലയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ആർത്തൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ആർത്തൻ്റെ മുതു നോക്കി ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ആർത്തർ, നീ മാന കൊണ്ട് നിന്നെ ഡിഫെൻഡ് ചെയ്തോലൂ, അല്ലെങ്കിൽ പിന്നെ എന്നും പറഞ്ഞിട്ട് ഒരു വലിയൊരു അറ്റാക്ക് ചെയ്ത് ആർത്തനെ കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ചെയ്ത് അവൻ നേരെ വീണ്ടും കണ്ണു തുറന്ന് റിയൽ വേയിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കോട്ടറി പറയുന്നുണ്ട്, സോ നീ ഇവിടെ എത്തിയല്ലേ? ആർത്തർ നോക്കാനടുത്ത് ദൂരത്ത് മറ്റൊരുത്തൻ നിപ്പുണ്ടായിരുന്നു. മാസ്റ്റർ, ഞാൻ കുറച്ച് താമസിച്ചു പോയില്ലേ, എന്നോട് ക്ഷമിക്കൂ. ആ ടൈമിൽ തന്നെ അവൻ ആർത്തറിനെ ശ്രദ്ധിക്കും. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും നമ്മുടെ കോട്ടറിനെ നോക്കി നിൽക്കും. അല്ല, ഇതാരാണ്? ആർത്തർ, നീ എന്നെ പരിചയപ്പെട്ടോ? ഇവന്റെ പേര് ടാക്കി എന്നാണ്, നിന്റെ പുതിയ ട്രെയിനിങ് പാർട്ട്ണർ. മാസ്റ്റർ, ട്രെയിനിങ് പാർട്ട്ണറോ? ഞാൻ ആലോചിച്ചത് താങ്കളുടെ കയ്യിൽ നിന്നുള്ള ശിക്ഷണം കിട്ടാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്നാണ്. ടാക്കി, നീ എൻ്റെ ട്രെയിനിങ് പാർട്ട്ണർ ആയിരിക്കും. അതുമാത്രമല്ല സ്പാർ ചെയ്യാനായിട്ട് നീ തന്നെ സഹായിക്കുന്നതായിരിക്കും. സോ വാ, നമുക്ക് തുടങ്ങാം. അല്ല മാസ്റ്റർ, ഈ ലെസർ ബീങ്ങുമായിട്ട് ഞാൻ കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്ത് ഉപകാരമാണ് കിട്ടുന്നത്? എന്താടാ, നിനക്ക് എൻ്റെ വാക്കുകൾ വിശ്വാസമില്ലേ? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുകയാണ്. സോ നിനക്ക് ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? അങ്ങനെയല്ല മാസ്റ്റർ, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
ആ എങ്കിൽ നീ ചോദിക്കുന്നു വേണ്ട, വാ വന്നിരിക്കാൻ നോക്ക്. ആർത്തർ, ഈ പാറ്റേൺ റേസിലുള്ള പലരും പല രീതിയിലാണ് മാനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ ഫോഴ്സ് ടൈപ്പ് മാൻ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഓരോ അറ്റാക്സും ഇൻക്രീസും അതേപോലെ ഏരിയ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ടാക്കി എന്ന് പറയുന്നത് ആ ഒരു ക്ലാനിലെയാണ്. അതുകൊണ്ട് തന്നെ അവൻ സ്പെഷ്യൽ ആർട്സ് കുറേ ഇതൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സോ നിനക്ക് അവൻ നന്നായിട്ട് തന്നെ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരു ഡിഫറൻ്റ് ആയുള്ള അപ്രോച്ചും നിനക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് 3 പേർക്കും കൂടെ ഒന്നുകൂടെ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിന്റെ അകത്തേക്ക് കയറാൻ പോകുവാണ്. അവൻ പറഞ്ഞു ചെയ്യും, ടാക്കി പിന്നെ മറ്റൊരു കാര്യം, നീ കംപ്ലീറ്റ്ലി നിന്റെ ഫുൾ പവർ യൂസ് ചെയ്യുന്നതായിരിക്കും. അവൻ്റെ ഫേറ്റിലെ ഇഞ്ചുറീസും മരണത്തിനെ പറ്റി നീ ആലോചിക്കൊന്നും വേണ്ട. ആർത്തർ, അതേപോലെ തന്നെ നീ മാനെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നീ ആകെപ്പാട് ചെയ്യേണ്ട 2 കാര്യം ബ്ലോക്കും ഡിഫ്ലക്റ്റും മാത്രമാണ്. നിനക്ക് ആകെപ്പാട് യൂസ് ചെയ്യുന്ന ഒഫൻസീവ് അറ്റാക്ക് എന്ന് പറഞ്ഞ് അത് ത്രോൺസ് മാത്രമാണ്. മാസ്റ്റർ, അതെന്തുവാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ ചുമ്മാ അവനെ അറ്റാക്ക് ചെയ്യണം, അവ ഫുള്ളി ബ്ലോക്ക് ചെയ്യണമെന്നോ? അതിലെന്ത് അർത്ഥമാണുള്ളത്? ടാക്കി, നീ വീണ്ടും വീണ്ടും എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കെന്നെ ഡൗട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്നോട് ക്ഷമിക്കും മാസ്റ്റർ. എങ്കിൽ വാ തുടങ്ങുന്നു പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ടാക്കിയും ആർത്തറും കൂടെയുള്ള ആ ഒരു ഫൈറ്റാണ്. ടാക്കി ഓരോ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആർത്തർ അത് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുന്നുണ്ട്. ടാക്കി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ജീനിയസ് ആണ്. അവന് അൺയൂഷ്വൽ എമൗണ്ടിലുള്ള ടാലൻ്റ് ആണ് അവൻ ആദ്യം മുതൽ തന്നെ കാണിച്ചു തുടങ്ങിയത്. ഈവൻ ക്ലാൻ എൽഡേഴ്സ് വരെ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ആർത്തർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ആദ്യം അവൻ സ്ലോവർ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ്റെ ഓരോ ഷിഫ്റ്റ്സും ഓരോ മൊമെൻറ്റ്സും എല്ലാം അതിനോടനുസരിച്ച് ഫാസ്റ്ററായിട്ട് തുടങ്ങി. ആ ഒരു ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ എത്ര പേരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തിയെന്ന്. ഈ ടൈമിൽ തന്നെ ടാക്കിയുടെ അറ്റാക്കൊക്കെ ആർത്തർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ കുറേയധികം പേരെ മെൻറ്റർ ചെയ്തിട്ടുണ്ട്, വാരിയേഴ്സിനെ മെൻറ്റർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേയധികം പ്യൂപ്പിൾസ് ഉണ്ടായിരുന്നു. ഈവൻ ഈ ക്ലാനിലെ കുറേയധികം മേജറായുള്ള ആൾക്കാരെ ഞാനാണ് ട്രെയിൻ ചെയ്തത്. പക്ഷേ ഈ ഒരു പയ്യൻ ആർത്തർ, ഇവനാണ് എന്നെ മറ്റാരും എത്തിക്കാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിച്ചതുള്ളത്. ഒരു സെൻസേഷൻ ഉണ്ട് എനിക്ക് ഇവനെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ളത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എക്സൈറ്റ്മെൻ്റ് ആണോ പ്രൈഡ് ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഇമോഷൻസ് എൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുവാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ ചെയ്യുന്ന ഓരോ മൊമെൻറ്റ്സിലും എനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവനൊരു ആവശ്യമായിട്ട് അങ്ങനെ അവൻ ജനിച്ചിരുന്നെങ്കിൽ അവൻ ഇന്ന് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരാളായിട്ട് മാറിയെന്ന് പറഞ്ഞത് ആർത്തർ അവൻ്റെ കൈ പിടിച്ച് നേരെ താഴത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ദൈവങ്ങൾ അവന് കൊടുത്തത് സാധാരണ ഒരു ലെസർ ബീങ്ങിൻ്റെ ജീവിതമാണ്. കഷ്ടം തന്നെയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.